ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാനൊരു ചെറിയ ട്രെയിലറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വ്ളോഗിൻ്റെ. അപ്പോൾ 2 വർഷമായി ഞാനിപ്പോൾ ഇവിടെ പോർച്ചുഗലിൽ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അൽഗാർവ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് പോർച്ചുഗലിൻ്റെ നോർത്ത് പാർട്ടിലാണ്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് സൗത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നോർത്തിൽ കുറച്ചൊരു തണുപ്പ് കൂടുതലൊക്കെ ആയിരിക്കും. സൗത്തിലോട്ട് ചെല്ലുമ്പോൾ ഒരു തണുപ്പൊക്കെ കുറഞ്ഞ് കുറച്ച് ഒരു ചൂടൊക്കെ ആകും. അപ്പോൾ ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പ്രിംഗ് സീസണാണ് ഇവിടെ, സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ ആയിരിക്കും പോകുന്നത് നല്ലത്, കാരണം നമുക്ക് അധികം ചൂട് ഇഷ്ടമില്ലല്ലോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് അവിടെ എത്തിയപ്പോൾ. അധികം ചൂടും ഇല്ല എന്നാൽ തണുപ്പുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ നല്ല ചൂടത്തായിരിക്കും, സമ്മറിലായിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം വലിയൊരു തിരക്കൊന്നും ഇല്ലായിരുന്നു, ട്രാഫിക്കൊന്നും ഇല്ല. ഇവിടുന്ന് ഏകദേശം ഒരു 500 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഒരു 4.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി. പിന്നെ പോർച്ചുഗലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്പിൻ്റെ സദേൺ പാർട്ടിലുള്ള ഒരു കൺട്രിയാണ് പോർച്ചുഗൽ. ഇവിടുത്തെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ഏറ്റവും ഫ്രണ്ട്ലിയസ്റ്റ് കൺട്രിയാണ് പോർച്ചുഗൽ. അതായത് ഇവിടുത്തെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലിയാണ്, നമുക്ക് എന്ത് ഹെൽപ്പ് ചോദിച്ചാലും ചെയ്യും, അങ്ങനത്തെ ഒരു ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഫുഡാണ് ഏറ്റവും കോമഡി. ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണക്കമീനില്ലേ, അതാണ് ഇവിടുത്തെ മെയിൻ ഫുഡ്. ഉണക്കമീനും മത്തിയും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മത്തിയൊക്കെ കൊണ്ടുവന്നത് ഇവരാണെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അതേപോലെ കപ്പ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾ അവിടെ എത്തി, അൽഗാർവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടാണ്. അപ്പോൾ ഞങ്ങൾ ഇത് എയർബിഎൻബി വഴി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീട്, ചെറിയൊരു വീട്. അപ്പോൾ നമുക്ക് ഇതിനകത്താണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വലിയൊരു എക്സ്പെൻസീവും അല്ല. നമ്മൾ ഹോട്ടൽ റൂമൊക്കെ എടുക്കുമ്പോൾ നല്ല എക്സ്പെൻസീവാണ് ഇവിടെ. പിന്നെ 4 ദിവസം നിൽക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വീടെടുത്തു. കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. പിന്നെ അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞു വീടാട്ടോ, നല്ല രസമാണ്. അതിൻ്റെ അത്യാവശ്യം എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഉണ്ട് അതിനകത്ത്. 2 ബെഡുണ്ട്, പിന്നെ കബോർഡ്, കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഐറോ നല്ല ഹാപ്പിയാണ്. ഐറോ അവിടെ നല്ല കളിക്കാലൊക്കെ ഉണ്ടായിരുന്നു അവിടെ, കാരണം ചെറിയൊരു പൂളും ഒക്കെ ഉണ്ട് അവിടെ, ഒരു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. പിന്നെ ഡൈനിങ് ഹാളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് നമുക്ക് പെരുമാറാനുള്ള. അവിടെ ഒരു വൈൻ ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വൈനൊന്നും കുടിക്കില്ല. അപ്പോൾ വരുന്ന ഗസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പഞ്ചസാര, പാല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ചെറിയൊരു ഫ്രിഡ്ജുണ്ട്, ഓവൻ, എല്ലാ സ്റ്റൗവ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു. പാത്രങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ ഞാൻ ഓൾറെഡി കുറച്ച് സെമി കുക്ക്ഡായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നു. പാത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എളുപ്പമായിരുന്നു അവിടുന്ന് കുക്ക് ചെയ്യാൻ. പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടല്ലോ, കാരണം പോർച്ചുഗീസ് ഫുഡ് തന്നെ 4 ദിവസം കഴിക്കണ്ടേ. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കുക്ക് ചെയ്ത് തന്നെ കഴിച്ചിട്ടാണ് മിക്ക ദിവസങ്ങളിലും പോയത്. പിന്നെ അന്ന് ഞങ്ങൾ കുറച്ച് ടയേർഡായിരുന്നു. അപ്പോൾ രാത്രി കിടന്നുറങ്ങി വേറൊരിടത്തും പോയില്ലായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റു. അപ്പോൾ ഐറോ എണീറ്റ് ഇവിടെ കളർ ചെയ്യാനൊക്കെ തുടങ്ങി. അതൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ നല്ല കളറിങ്ങിലാണ്. ആ സമയത്ത് ഞാൻ വേഗം ഒരു ചായയൊക്കെ ഉണ്ടാക്കി. ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു. പിന്നെ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗ്രില്ല് ചെയ്യാൻ. അപ്പോൾ ഗ്രില്ല് ചെയ്ത് അതൊക്കെ കഴിച്ചു. അപ്പം ഞങ്ങൾ പതുക്കെ ഇറങ്ങി.
ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് അൽഗാർവിലുള്ള മറീന ബീച്ചിലോട്ടാണ്. അപ്പോൾ അവിടെ പോയി ബോട്ടിലൊക്കെ യാത്ര ചെയ്യാം, കടലിൽ കൂടെ ബോട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഐറൂനപ്പോൾ അവിടുത്തെ വഴി കാണുന്ന പൂവൊക്കെ വേണം, അതൊക്കെ പറിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്, കുറേ കളർഫുൾ ബിൽഡിംഗ് ഉണ്ട്. ഇതെല്ലാം ടൂറിസ്റ്റുകളെ എയിം ചെയ്തിട്ടുള്ള, അവർക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്സാണ് ഇവരൊക്കെ പണിതിടുന്നത്. കാരണം അത്രയ്ക്ക് തിരക്കുള്ള സ്ഥലമാണ് ഇവിടെ. സമ്മർ സീസണിലൊക്കെ എല്ലാവരും വരും. പോർച്ചുഗലിലെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. അപ്പോൾ ഞങ്ങളവിടെ എത്തി. അപ്പോൾ പതുക്കെ ഞങ്ങളങ്ങോട്ട് പോവുകയാണ്. കാരണം ഒരു 2 മണിക്കൊക്കെയാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളെ കുറച്ച് നേരത്തെ എത്തി, ഒരു 12:30 ആയപ്പോൾ തന്നെ എത്തി. അപ്പോൾ ഐറു അവിടെ കാണുന്ന കടകളിലൊക്കെ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. പിന്നെ ഈ കാണുന്ന ബോട്ടുകളെല്ലാം ടൂറിസ്റ്റുകൾക്കുള്ള ബോട്ടുകളാണ്. പിന്നെ യാച്ചസ് ഉണ്ട്, ചെറിയ ചെറിയ യാച്ചസ് ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഞങ്ങൾ എടുത്തിരിക്കുന്ന പാക്ക് എന്ന് പറയുന്നത് ഡോൾഫിൻസിനെയും കാണാം, പിന്നെ ഇതിനകത്ത് കുറേ കേവ്സ് ഉണ്ട്, അതായത് സീക്കകത്ത് കുറേ കേവ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇത് രണ്ടും കൂടെ, ഈ കേവ്സും ഡോൾഫിൻസിനെയും കാണാൻ വേണ്ടിയിട്ട്, പിന്നെ കേവ്സ് മാത്രം കാണാൻ വേണ്ടി, അങ്ങനെ പല പല പാക്കുകളുണ്ട്. അപ്പോൾ ഞങ്ങളിത് രണ്ടും കൂടെ ഉള്ള പാക്കാണ് എടുത്തത്. കുഞ്ഞാവ ബേബിക്ക് മാഗ്നറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെരുപ്പൊക്കെ ഉണ്ടല്ലോ. നോക്കട്ടെ, അവളോട് ചോദിച്ചോട്ടെ. അവളാ പോണിയെ ബേബിക്ക് ഏതാ വാങ്ങണ്ടേ? പിന്നെ ഏതാ വാങ്ങണ്ടേ? അതാണോ ഇഷ്ടം? ഇത് രസമല്ലേ? ഇത് നോക്കിയായിരുന്നു. ഇത് രസമുണ്ടോ ബേബിക്ക്? ഓക്കെ. അപ്പോൾ ഐറു അത് കിട്ടിയപ്പോൾ നല്ല ഹാപ്പിയായി, ആ മാഗ്നറ്റ് കിട്ടിയപ്പോൾ. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ കുറേ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കാണുന്നത്. മെയിനായിട്ട് ടൂറിസ്റ്റുകളെ എയിം ചെയ്തിട്ടാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. നല്ല വില ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗണപതിയുണ്ട്, ശിവനുണ്ട്, എല്ലാവരുടെയും വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്റേത് ഹോട്ട് അല്ല, എന്റേത് യൂണിക്കോണും ബേബിന്റെ ഹോട്ട്.
അപ്പോൾ ഞങ്ങൾ പതുക്കെ ബോട്ടിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ആയിരമൊക്കെ നല്ല എക്സൈറ്റഡ് ആണ്. ഡോൾഫിനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യമേ പോകുന്നത്. ഡോൾഫിനൊക്കെ കാണണമെങ്കിൽ അവിടെ ഇരിക്കേണ്ടി വരും. ഡോൾഫിനെയൊക്കെ പെട്ടെന്ന് അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സൈഡ് സീറ്റൊക്കെ പിടിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ അതിനകത്ത് 2 ഗൈഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ബോട്ട് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം നല്ല വേവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്പീഡിൽ പോയില്ലെങ്കിൽ ഉള്ളിലോട്ടൊക്കെ വെള്ളം കയറും. അതുകൊണ്ട് ഐറോയൊക്കെ നല്ല എക്സൈറ്റഡ് ആണ്. കാരണം ഐറോൻ്റെ വിചാരം ഡോൾഫിൻസാണ് നമ്മളെ ഈ ബോട്ടിൽ കൊണ്ടുപോകുന്നതെന്നാണ്. അപ്പോൾ ഇതൊക്കെ നല്ല രസമാണ് ഇതിലൂടെ പോകുമ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ റോക്സ് കാണാൻ. അപ്പോൾ ഇതിനകത്ത് കുറേ കേവ്സ് ഉണ്ട് ഈ സീയുടെ ഉള്ളിൽ. അപ്പം ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോക്സൊക്കെ ഈ വേവ്സ് അടിച്ചടിച്ച് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതാണ്. ഈ ലെയറായിട്ടുള്ള ഷേപ്സ് ആയതാണെന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ കുറേ കേവ്സ് ഉണ്ട്. അതേപോലെ ഈ റോക്സിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ബീച്ചസ് ഫോം ചെയ്തിട്ടുണ്ട്. അത് മിക്ക ബീച്ചസും പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ഈ കടലിൽ കൂടെ തന്നെ ബോട്ടിൽ കൂടെ തന്നെ പോകണം. ഇപ്പോൾ ഇത് ഈ കാണുന്നത് അവിടെ ഒരു ചെറിയൊരു ചർച്ച് കണ്ടില്ലേ, ഒരു വൈറ്റ് കളറിലെ. അപ്പോൾ ആ ചർച്ചിലാണ് അവർ ഇവിടുത്തെ ആൾക്കാരും പുറത്തുനിന്നൊക്കെ വന്ന് സമ്മർ സീസണിൽ വെഡ്ഡിങ് നടക്കുന്ന സ്ഥലമാണിത്. മെയിനായിട്ട് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറ് ശ്രദ്ധിച്ചിരുന്നോ? കാരണം ഒരു ഗ്രീൻ ഉണ്ടാവും. ചില സ്ഥലത്ത് നല്ല ഗ്രീൻ ആയിരിക്കും വെള്ളം, ചില സ്ഥലത്ത് ബ്ലൂ ആയിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൽഗയുടെ സാന്നിധ്യം കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ഗ്രീൻ കളർ വരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഒരു ബീച്ചിലാണ് ഇവർ ബാർബിക്യൂ ചെയ്യാൻ വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പോയ പാക്കിൽ കേവ്സും ഡോൾഫിൻസുമാണ് കാണുന്നത്. അതേപോലെ തന്നെ ബാർബിക്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാക്കുണ്ട്. ആ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇറങ്ങി ബാർബിക്യൂ ഒക്കെ ചെയ്ത് പോവാം. അപ്പോൾ ഞങ്ങൾ ആദ്യം കണ്ട ഒരു കേവിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് കുറച്ചൊരു വലുതായതുകൊണ്ട് അത്ര അങ്ങോട്ട് കയറില്ല, എന്നാലും ഈ കേവിനകത്ത് കയറി. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ. അതിൻ്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകാശം കാണും. നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടി നോക്കാൻ. എന്തോ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അതിനകത്ത് കയറിയപ്പോൾ. അപ്പോൾ ഈ കേവിൻ്റെ പേര് അവർ പറഞ്ഞത് ക്യാപ്റ്റൻസ് കേവ് എന്നാണ്. അപ്പോൾ ഇതിൽ ഓരോ കേവ്സിനും ഓരോ പേരുകളുണ്ട് കേട്ടോ. പിന്നെ ഈ കേവ്സിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ബീച്ചുണ്ട്. ഈ ബോട്ടൊക്കെ ഇറങ്ങി വരുന്നത് ആ ബീച്ചിൽ നിന്നാണ്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ പോകും, ഈ കയാക്ക് പോലെയുള്ള ബോട്ടുകളൊക്കെ. അപ്പോൾ നമ്മുടേത് കുറച്ച് വലുതായതുകൊണ്ട് അതിനകത്തോട്ട് കയറില്ല. ഈ കാണുന്നതാണ് എലിഫൻറ്റ് കേവ്. ഒരു എലിഫൻറ്റിൻ്റെ ഒക്കെ ഷേപ്പിലൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും എലിഫൻറ്റ് കേവ് എന്ന് പറയുന്നത്.
ഈ കാണുന്ന കേവാണ് ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവ് കേവ്. ഇതിനെ ബെനഗിൽ കേവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും പരിചയമുള്ളൊരു കേവാണ്, കാരണം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. വിൻഡോസ് 10 വാൾപേപ്പറിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനത്തെ ഒരു പിക്ചർ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ലൈറ്റ് കണ്ടോ? അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ചെറിയൊരു ഓപ്പണിങ് കണ്ട് മുകളിൽ കണ്ടില്ലേ? അപ്പോൾ അതിൽ കൂടി സൺലൈറ്റ് വരുന്നതാണ്. ഭയങ്കര രസമാണ് അതിനകത്ത് കയറി കഴിയുമ്പോൾ. അതിനകത്തൊരു ബീച്ചുണ്ട്, ആ ബീച്ചിൽ ആൾക്കാരുണ്ട്. ഇതേപോലെ ബോട്ടിൽ വന്നിട്ട് അവിടെ കുളിക്കാൻ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു റോക്ക് ഒരു സബ്മറൈൻ്റെ ഷേപ്പിലായിട്ടുണ്ടാവും. സബ്മറൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്തർവാഹിനി. അപ്പോൾ ഇത് സ്പെയിനിലോട്ട് നോക്കി നിൽക്കുന്ന സബ്മറൈൻ, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് അവർ പറയുന്നത്. കണ്ടോ, കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു കേവിൻ്റെ പേര് ബേർഡ്സ് കേവ് എന്നാണ്. ഈ കേവ്സിനകത്ത് നിറയെ ബേർഡ്സിൻ്റെ കുറേ പൊത്തുകളുണ്ട്. അതിൽ നിറയെ ബേർഡ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബേർഡ്സ് കേവിൻ്റെ ഉള്ളിലും ഇതേപോലെ ചെറിയൊരു ബീച്ചുണ്ട്. അപ്പോൾ ഇതിനകത്തു കൂടി ചെറിയ ഈ കയാക്ക് പോലെയുള്ള ബോട്ടുകളൊക്കെ പോകും. അപ്പോൾ ഈ ഏതോ ഒരു കേവ്സിൻ്റെ ഉള്ളിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്, ഒരു ഹിഡൻ ബീച്ച്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ എടുത്തിരിക്കുന്ന പാക്കിൽ ഈ കുറച്ച് കേവ്സും, ഫുൾ കേവ്സ് കവർ ചെയ്യുന്നില്ല, കുറച്ച് കേവ്സും പിന്നെ ഡോൾഫിൻസും ആണ്. അപ്പോൾ ഏകദേശം കേവ്സൊക്കെ കവർ ചെയ്തിട്ട് ഞങ്ങൾ ഡോൾഫിനെ കാണാൻ പോകുന്ന പോക്കാണ് ഈ പോകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഡോൾഫിൻസ് വന്നിട്ടില്ല. അപ്പോൾ ഇവർ അതേ ബോട്ടിൽ കയറിയപ്പോഴേ പറഞ്ഞിരുന്നു ചിലപ്പോഴേ ഡോൾഫിൻസിനെ കാണാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഐറോനൊക്കെ ഭയങ്കര സങ്കടമായി. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു, പക്ഷേ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ 10-15 മിനിറ്റൊക്കെ നിന്നു. അപ്പോൾ ഏതായാലും ഞങ്ങൾ സൈഡ് സീറ്റൊക്കെ പിടിച്ചിരുന്നു, വെറുതെ ആയി. ഡോൾഫിനെ കാണാനായിട്ട് സൈഡ് സീറ്റൊക്കെ പിടിച്ചിരുന്നതാണ്. പിന്നെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഡോൾഫിൻസ് പൊതുവെ ഭയങ്കര ഷൈ ആണ്. അപ്പോൾ പിന്നെ ബോട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അധികം അങ്ങനെ വരാറില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവർ പറഞ്ഞിരുന്നു വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം ഡോൾഫിൻസിനെ കണ്ടില്ലെങ്കിൽ. പക്ഷെ പിന്നെ ആരും പോയൊന്നുമില്ല. അപ്പം ഞങ്ങൾ പതുക്കെ തിരിച്ചു വന്നു. അപ്പോൾ ഐറൂന് ഭയങ്കര സങ്കടമായി ഡോൾഫിനെ കാണാൻ പറ്റാഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി ഇപ്പോൾ. അപ്പോൾ ഇത് ഒരു 3 മണിക്കൂറത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ വന്നു, വേറെ ഒരിടത്തും പോയിട്ടൊന്നുമില്ല. പിന്നെ ഐറൂൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡോൾഫിൻസിനെ കാണാൻ പോയി. പിറ്റേ ദിവസമാണ് പോയത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസും ഒക്കെ ഞാൻ അടുത്ത പാർട്ടിലിടാം. അതുവരേക്കും ബൈ ബൈ.